ആ കുടിശ്ശിക എത്ര നാളത്തെ കുടിശ്ശികയാണ്? 3 മാസത്തെ കുടിശ്ശികയാണ് വന്നതിൻ്റെ രേഖ എൻ്റെ കയ്യിലുണ്ട്. സതീശൻ സാറിന്റെ ആ മുഖഭാവം കണ്ടിട്ട് ആകെ പിടുത്തം വിട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആ രേഖയൊന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. പിണറായി സാറിനെയും സംഘത്തിനെയും കുടിയൊഴിപ്പിക്കാനുള്ള രേഖ സതീശൻ സാറിന്റെ കയ്യിലുണ്ടത്രേ. കാണട്ടെ സതീശൻ സാറെ. പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട്. ഇവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? കാണാം. ദേ കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. കണ്ടല്ലോ, ഇതാണ് സതീശൻ സാറിന്റെ കയ്യിലുള്ള രേഖ. സതീശൻ സാറും കൂട്ടരും കരുതിയത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു 110-ലധികം സീറ്റോട് കൂടി UDF അധികാരത്തിൽ വരാൻ ഈ ഘട്ടത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ്. അതിനുള്ള വഴിയൊക്കെ പിണറായി സംഘവും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളത് പുള്ളി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് വളരെ ഈസി ഒരു വാക്ക് ഓവർ ആയിരിക്കുന്നു വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം ശബരിമല അയ്യപ്പൻ അനുഗ്രഹിച്ചു. അവിടുത്തെ സ്വർണം കളവ് പോയതുമായി ബന്ധപ്പെട്ട് പിണറായിയുടെയും LDF ഗവൺമെൻറ്റിൻ്റെയും ഇമേജ് ആകെ തകർന്നു കിടക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് CPIക്കാർ തന്നെ അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു PM ശ്രീ വിവാദവും ഉണ്ടാക്കി ആകെ നാറാണത്ത് കല്ല് പിടിച്ചു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഈ ചക്രവ്യൂഹത്തിൽപ്പെട്ട് ഇനി പിണറായിയും സംഘവും രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. ഇനി സുഗമമായി 110+ എന്ന സീറ്റുമായി UDF അധികാരത്തിൽ വരും എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്നിടത്താണ് ഒരൊറ്റ വാർത്താ സമ്മേളനം വഴി സകല ആയുധങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് പിണറായി കാസറി ഒരു പുലിക്കുട്ടിയെപ്പോലെ മുന്നോട്ട് വന്നതെന്നാണ് CPM വൃത്തങ്ങൾ പറയുന്നത്. ഇന്നലത്തെ ഒരൊറ്റ വാർത്താ സമ്മേളനം അടിച്ചു കലക്കി ഈ കേരളത്തിലെ സകല വിഭാഗങ്ങളെ ഞാൻ കയ്യിലെടുത്തു. എന്താ പറയണ്ടേ, ആശാപ്രവർത്തകർ ഒരു വർഷത്തോളമായിട്ട് അവിടെ നിരാഹാരം കിടക്കുന്നു, മഴയും വെയിലും കൊണ്ട് കിടക്കുന്നു. ഒറ്റടിക്ക് പിടിച്ചോ 1000 രൂപ ഓണറേറിയം കൂട്ടി എന്നങ്ങ് പറയുകയാണ്. ഇനി അവർക്കെന്താ 100 രൂപ കൂട്ടി തന്നാൽ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുമായിരുന്നു എന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു അതിലൊരു പ്രവർത്തക. ഇപ്പോൾ അത് 1000 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. അപ്പോഴും അവർ പറയുന്നത് ഞങ്ങൾക്ക് 21,000 കിട്ടിയാലേ ഞങ്ങൾ സമരം അവസാനിപ്പിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവർ വീണ്ടും കിടപ്പ് തുടരുകയാണ്. അത് ഇനി പൊതുജന ശ്രദ്ധ കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നാണ് CPMകാർ പറയുന്നത്. പിന്നെയോ പെൻഷൻ 1600 2000 ആക്കി പിടിച്ചോ 400 രൂപ. ഇനിയും അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് വീണ്ടും കൂട്ടും. അപ്പോൾ ഇപ്പോൾ ഈ ഗ്രാമസഭ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇതൊക്കെ വരില്ലേ, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ് ഒരു 400 രൂപ. പിന്നെ 35 to 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾ, അവർക്ക് പാവപ്പെട്ടവർക്കുണ്ടെങ്കിൽ അവർക്കൊരു 1000 രൂപ മാസം. പിന്നെ യുവജനങ്ങളൊക്കെ തൊഴിൽ കണ്ടെത്താൻ മത്സര പരീക്ഷകൾക്കൊക്കെ പങ്കെടുക്കാനായിട്ട് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് ഒരു 1000 രൂപ. പിന്നെ നെല്ലിൻ്റെ സംഭരണ വില കൂട്ടി, റബ്ബറിൻ്റെ തന്നെ താങ്ങുവില കൂട്ടി, അങ്ങനെ തുടങ്ങി സകല മേഖലയിലും ടച്ച് ചെയ്തൊരു 10-15-20 മിനിറ്റ് കൊണ്ട് പുള്ളി ഇന്നലെ വൈകുന്നേരം കേരളത്തെ മൊത്തം കയ്യിലെടുത്ത് ഈ സകല എതിരാളികളെ അങ്ങ് നിഷ്പ്രഭമാക്കി എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ഭഗവാൻ കൃഷ്ണൻ അങ്ങനെ ഒരമ്പ ചെയ്യുമ്പോൾ 1000 ശരമാക്കി മറുപക്ഷത്ത് ഉള്ള ശത്രുപക്ഷത്തെ നിർവീര്യമാക്കുന്ന ഒരു വലിയ കാഴ്ച, അത്ഭുത കാഴ്ച, ഒരു മഹാമാജിക്കാണ് ഇന്നലെ കേരളം കണ്ട് ഞെട്ടിയത്. സത്യത്തിൽ അതുമുതൽ ആകെ വിഭ്രാന്തിയിലായിപ്പോയി പ്രതിപക്ഷം എന്നാണ് CPMകാർ ഇപ്പോൾ പറയുന്നത്. അത് സതീശൻ സാറിൻ്റെ പല വാക്കുകളിലും ദൃശ്യമാണ്. അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങളുടെ ചില ഭാഗങ്ങൾ കൂടെ നമുക്ക് കേട്ടിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. പിണറായി 3.0 ഉറപ്പിച്ചു എന്നവർ ആണയിട്ട് പറയുകയാണ്. ഈ അഭിപ്രായത്തിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ ആ യോജിപ്പ് കമൻറ്റ് ബോക്സിൽ ഇടുക. അല്ല വിയോജിപ്പുണ്ടെങ്കിൽ അല്ല ഇത് വെറും തട്ടിപ്പാണ്, ഇത് ഇലക്ഷൻ ഗിമ്മിക്കാണെന്ന് സതീശൻ സാറ് പറയുന്നതിനോടാണ് യോജിപ്പെങ്കിൽ അത് നിങ്ങൾ എന്നെ കാര്യകാരണസഹിതം കമൻറ്റ് ബോക്സിൽ ഇടുക. എന്തായാലും ഇത് നമ്മൾ പ്രേക്ഷകർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. നമ്മുടെ പ്രേക്ഷകർ ഇതിനോട് പ്രതികരിക്കട്ടെ. എന്തായാലും ഇന്നലെ വൈകുന്നേരം നടത്തിയത്, കാരണം LDF ആകെ തകരും, CPI കുടിച്ച കുടിയിൽ LDF തകർന്ന് തരിപ്പണമാകും എന്ന് വിചാരിച്ചെടുത്താണ് ഈ അത്ഭുത പ്രതിഭാസം ഇന്നലത്തെ വൈകുന്നേരത്തെ സന്ധ്യയിലെ ഒരേ ഒരു വാർത്താ സമ്മേളനം കൊണ്ട് പിണറായി അങ്ങനെ ശാന്തനായി വന്ന് അടിച്ച് നിരപ്പാക്കി വിട്ടത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു. രേഖ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ പ്രീ പ്രൈമറി ടീച്ചേഴ്സിൻ്റെ അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളതാണ്. ക്ഷേമനിധി 2500 കോടി രൂപയാണ്
ക്ഷേമനിധികൾ കൊടുക്കാനുള്ളത്. അത് കൊടുത്തിട്ടില്ല. കേരളത്തിൽ ആദ്യമായിട്ടാണ് ക്ഷേമനിധി പെൻഷൻ, ഇപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനൊക്കെ 18-19 മാസമായി മുടങ്ങിക്കിടക്കുകയാണ്. അംഗൻവാടി ടീച്ചേഴ്സിന്റെ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ്. ക്ഷേമനിധികൾ ഇതുപോലെ മുടങ്ങിയ കാലമില്ല. ആശുപത്രികളിൽ കാരുണ്യ പദ്ധതിയുടെ 1800 കോടി രൂപ ഗവൺമെന്റ് കൊടുക്കാനുണ്ട്. അവസാനം ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വരെ എടുത്തുകൊണ്ട് പോവാണ്. മരുന്ന് പോലും വിതരണം നടത്തുന്നില്ല. സപ്ലൈകോയിൽ 2215 കോടിയാണ് സർക്കാർ കൊടുക്കാറുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും രൂക്ഷമായ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. പട്ടികജാതി പട്ടികവർഗ കുട്ടികളുടെ ഗ്രാന്റ് കൊടുക്കുന്നു. ഞങ്ങൾ പറഞ്ഞത് കൊടുക്കുന്നില്ല. ഇപ്പൊ ജീവനക്കാർക്ക് 1 ഗഡു കൊടുക്കുന്നത്, DA ഗഡു. DAയുടെ എത്ര 6 ഗഡു കുടിശ്ശികയാണ്. നായനാർ ഗവൺമെന്റിന്റെ കാലത്ത് തൊട്ടാണ് കേരളത്തിൽ പെൻഷൻ കൊടുക്കുന്നത്. പച്ചക്കള്ളമാണ്. കേരളത്തിൽ ആദ്യം സാമൂഹ്യ സുരക്ഷ പെൻഷൻ കൊടുത്തു തുടങ്ങിയത് പട്ടത്താടുകളുടെ കാലത്താണ്. 1960-ലാണ്. അത് വാർദ്ധക്യകാല പെൻഷനാണ് ആദ്യം കൊടുത്തത്. പിന്നെ 63-ൽ ആർ ശങ്കറിന്റെ കാലത്ത് വിധവാ പെൻഷനും കൊടുത്തു. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വർധനയാണ് എന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്.